ശ്രീ സന്ദീപ് വാര്യർ, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ വിമർശനങ്ങളിലാണ് ഇപ്പോൾ വ്യാപകമായി കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ 39 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 279 സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നീക്കം ചെയ്യാനുള്ള നോട്ടീസും നൽകി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ഈ സംസ്ഥാനം ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ ആ ദുരന്ത മുഖത്ത് അകപ്പെട്ടിട്ടുള്ള മനുഷ്യരോടൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേന്ദ്ര സർക്കാർ വളരെ ഭംഗിയായി അവർ ഈ ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടു. കേരളത്തിലെ വിവിധ സന്നദ്ധ സംഘടനകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായിട്ടാണ് ഈ പ്രവർത്തനത്തെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു സമയത്ത് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ കേരളത്തിലെ സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് എങ്ങനെ പറയാതെ പോകും എന്നുള്ള ഒരു സംശയം നിൽക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള MP-മാർ, അത് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ MP-മാർ രാജ്യസഭയ്ക്കകത്തും ലോക്സഭയ്ക്കകത്തും ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയം കലർത്താനും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനും വേണ്ടി അവരുടെ ജനപ്രതിനിധി എന്നുള്ള സ്ഥാനം ദുരുപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശ്രമവും അതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് തന്നെ ഇക്കാര്യം വിശദീകരിക്കേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ അതിന്റെ തൂത്തു മേമേ എന്ന രീതിയിൽ അതിന്റെ കുറ്റം ആക്ഷേപിക്കാൻ ഞാൻ ഒരുക്കമല്ല. പക്ഷേ കേരളത്തിലെ CMDRF-മായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അതിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ കേസെടുത്തിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് തിരിമറി ചെയ്ത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും CPM നേതാക്കന്മാരും ഒക്കെ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ എത്രയോ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും ഓർത്തെടുക്കും. അതിലിപ്പോ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാവില്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ. ശരിയാണ്, ഒരു ദുരന്തം നടന്ന സ്ഥലമാണ്. പക്ഷെ അതിലപ്പുറം നമ്മുടെ നാട്ടിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും അഭിപ്രായം പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. ഇത് ഏകാധിപത്യ രാജ്യമല്ല. ഇത് പിണറായി വിജയൻ ഒരു ഏകാധിപതിയായി ഭരിക്കുന്ന ഉത്തര കൊറിയയോ അതല്ലെങ്കിൽ ക്യൂബയോ ഒന്നുമല്ല. ഇത് ജനാധിപത്യ ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളമാണ്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കൂടി നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട്. നാളെ മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചാലും ഇവിടെ കേസെടുക്കില്ല എന്ന് ആര് കണ്ടു? ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ സാധാരണക്കാരായ മനുഷ്യർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള സംശയങ്ങൾ ഉന്നയിച്ചാൽ, സംശയം മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചാൽ, അങ്ങനെ സംശയം ഉന്നയിക്കുന്നവർക്കെതിരെ മുഴുവൻ കേസെടുക്കാനാണ് പിണറായി വിജയന്റെ ഭരണകൂടം തയ്യാറാകുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരും. ഇപ്പോഴുള്ള ഈ ശാന്തത കേരളം അഭിമുഖീകരിക്കുന്ന വലിയ ഒരു ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയണ്ട എന്ന് ഞങ്ങളൊക്കെ നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ശാന്തതയാണ്. അത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഇത് നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾക്കുള്ള അംഗീകാരമല്ല, മറിച്ച് ഈ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന സഹവർത്തിത്വത്തിന്റെയും ഞങ്ങൾ കാണിക്കുന്ന ഐക്യദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണ് ഇപ്പൊ ഈ ശാന്തത എന്ന് പറയുന്നത്. അത് മുതലെടുത്തുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്കെതിരെ കേസെടുക്കാനും അവരെ ജയിലിൽ തള്ളാനും അവരെ പീഡിപ്പിക്കാനും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നു കയറാനുമാണ് പിണറായി വിജയനും ഭരണകൂടവും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നടന്നിട്ടുള്ള തട്ടിപ്പ്, ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ മുൻകാലങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പല പ്രമുഖരുടെയും പേരുകൾ ചേർത്ത് വായിക്കപ്പെട്ടിട്ടുണ്ട്, നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ദുരിതാശ്വാസ ഫണ്ട് അത് സുതാര്യമായിട്ടാണ് നടക്കുന്നത് എന്ന വിശ്വാസം ഇവിടുത്തെ പൊതുസമൂഹത്തിനില്ല. അതിന്റെ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. എങ്ങനെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ഇത്തരത്തിൽ ആക്ഷേപങ്ങൾക്ക് പാത്രമായി മാറി? അപ്പോ അത്തരം ആക്ഷേപങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ട രീതിയിൽ ആ ഫണ്ട് ശേഖരണം സുതാര്യമായി മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കേണ്ടത്. അതിന് പകരം ആക്ഷേപം ഉന്നയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയോ അവർക്കെതിരെ കേസെടുക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഒരാളെയും നിശബ്ദരാക്കാൻ കഴിയില്ല. നിങ്ങൾ ഭീഷണിപ്പെടുത്തി എത്ര ആളുകളെ നിശബ്ദരാക്കും? ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ അവർക്ക് നേരെ കേസെടുത്ത് നിശബ്ദനാക്കാനാണ് മുഖ്യമന്ത്രിയും സംഘവും ശ്രമിക്കുന്നതെങ്കിൽ ആ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങളൊക്കെ ശബ്ദിക്കാനിറങ്ങും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഇവിടെ BJP ആ സാധാരണക്കാരുടെ കൂടെയാണ്, കേസെടുക്കപ്പെട്ടവരുടെ കൂടെയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും അതിൽ പ്രതികരിക്കും. സമയം വരുന്ന സമയത്ത് കൃത്യമായിട്ട് അക്കാര്യങ്ങൾ പറയും. ഇപ്പോൾ അതിന്റെ സാഹചര്യം അല്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ കാണിക്കുന്ന ഒരു ഔദാര്യമാണ് പിണറായി വിജയനോട്. അതുകൊണ്ട് അദ്ദേഹം ഈ കേസെടുത്ത് ജനങ്ങളെ പേടിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കേന്ദ്ര സർക്കാരുമായി യോജിച്ച് ഇവിടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നടപടികളുമായിട്ട് അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ
ആ അഭിപ്രായത്തെ കൂടി മാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി വളരെ സുതാര്യമായ രീതിയിൽ നടപ്പാക്കണം. ആരെങ്കിലും വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന കണക്കുകൾ കൃത്യമായിട്ട് എങ്ങോട്ട് പോകുന്നു, ഏത് അക്കൗണ്ടിലേക്ക് പോകുന്നു എന്ന് കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് എടുത്ത് LDF നേതാക്കളുടെ കടം വീട്ടാനും അവരുടെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾക്ക് സഹായം കൊടുക്കാനും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സംശയം വരുന്നത് സ്വാഭാവികം മാത്രമാണ്. അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യെസ്, വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.